നമസ്കാരം. കലാലയമുറ്റത്ത് എന്ന ആൽബത്തിലൂടെ ഈ അടുത്ത് യൂട്യൂബിൽ ജനശ്രദ്ധ നേടിയ നസീഫ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും മറ്റും പങ്കുവെക്കുന്ന ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നസീഫിനെ പരിചയപ്പെടാം. അപ്പോൾ നസീഫ്, നമ്മളെ ചാനലിൽ ഇങ്ങനൊരു പ്രോഗ്രാം തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പരസ്പരം അറിയുകയൊക്കെ ചെയ്യാം, നമ്മളൊപ്പം പഠിച്ചൊക്കെയാണ്. പക്ഷെ നമ്മളെ ചാനലിലുള്ള ആളുകൾക്ക് നസീഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നസീഫ് സ്വയം ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ. അപ്പൊ സെമീർ പറഞ്ഞ പോലെ ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാണ്, ഡിഗ്രി 3 വർഷം. അപ്പോ ശ്രീശാസ്ത്ര കോളേജ് എടക്കാട്. അപ്പോ എന്റെ പേര് നസീഫ് നാസ് എന്നാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലെ പേരൊക്കെ നസീഫ് നാസ് എന്നാണ്. അപ്പോ എന്റെ ഒരു ജോലി എന്ന് പറഞ്ഞാല് ഇന്റീരിയർ ഡെക്കോറിന്റെ ഒക്കെ ഷോപ്പ്, നമ്മളെ വീടിന്റെ കർട്ടൻസ്, അതുപോലെ തന്നെ സോഫ, വാൾപേപ്പർ, അങ്ങനത്തെ ഡെക്കോർ ചെയ്യുന്ന ഷോപ്പാണ്. മഞ്ചേരിയാണ് ഓഫീസ്. നമ്മള് സൈഡായിട്ട് കുറെ കലാപരമായ കാര്യങ്ങൾ. ഇതിപ്പോ ഈ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറെ ആയില്ല. ഇപ്പൊ എത്ര വർഷമായി കോളേജ് തുടങ്ങിയ സമയത്ത്? കോളേജ് കഴിഞ്ഞിട്ട് നമ്മളൊരു 6 മാസത്തെ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു. ആ ഫീൽഡിൽ നമ്മൾ പോയില്ല. ആ ഫീൽഡിൽ അങ്ങനത്തെ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് വർക്ക് ചെയ്തു 3 വർഷത്തോളം. അങ്ങനത്തെ സെയിം കമ്പനി നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത് 3 വർഷം കഴിഞ്ഞപ്പോ. ഏകദേശം ഒരു 8 വർഷമായി ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 4 വർഷമായി സ്വന്തമായിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അതാണ് നസീഫിന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇന്റീരിയർ അങ്ങനത്തെ സംഭവങ്ങൾ അല്ലെ. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂവിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത് കലാലയമുറ്റത്ത് എന്നുള്ള ഒരു പ്രോഗ്രാം, ഒരു ആൽബം സോങ് റിലീസായി. നസീഫ് സ്വന്തം എഴുതി സ്വന്തം മ്യൂസിക്കൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരിത്. അതിനെ പറ്റിയിട്ട് എങ്ങനെ ഉണ്ട് അതിന്റെ ഒരു റിലീസ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ? അതിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഫസ്റ്റ് മുതൽ പറയണം. കാരണം എന്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളെ സ്വന്തമായിട്ടൊരു സാധനം ഇറക്കണത്. കാരണം ഞാന് ഒരു 5-6 വർഷം മുന്നേ ശരിക്കും പറയണേ 10ാം ക്ലാസ് പഠിക്കണ 2009 കാലഘട്ടത്തിൽ ഞാൻ പാട്ട് എഴുതിയ ആളാണ്. പക്ഷെ അന്ന് എനിക്കിത് എവിടെ പോയി ഇതൊരു സോങ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഇത് ആരെ പോയി കാണണം, ഇത് എങ്ങനെ ഒരു ആൽബം. അന്ന് സീഡിന്റെ കാലഘട്ടം നമുക്കറിയില്ല. അന്ന് ഇതേപോലെ എഴുതും നമ്മൾ ഞാൻ അങ്ങനെ എന്റെ ട്യൂണിൽ പാടും, അത് എടുത്ത് ഒഴിവാക്കും, അങ്ങനത്തെ സിസ്റ്റം. ഒരു 2 വർഷമായിട്ടുള്ളൂ എനിക്ക് ഈ ഒരു സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയിട്ട്, എവിടേക്കാണ് ആരെ പോയി കാണണം. കാരണം ഞാൻ ചെറിയ റീൽസ് ഒക്കെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇലക്ഷൻ സോങ് ആണ്, അതായത് പബ്ലിഷ് ചെയ്യണത്. ഇലക്ഷന്റെ ഒരു പാട്ട് എഴുതിയിരുന്നു. അങ്ങനെ സ്റ്റുഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വന്നപ്പോ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഈ പാട്ട് ഞാൻ കലാലയമുറ്റത്താണ് പാട്ട് എഴുതി വെച്ചിട്ട് 1 വർഷമായി. പക്ഷെ തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസർ ഫണ്ടിന്റെ പ്രശ്നം നമ്മളൊരു ഈ ഒരു ഇതിലുണ്ടാവും. അപ്പോ കുറച്ച് ഇതിന് അത്യാവശ്യം ചെറിയ ചെലവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോഴാണ് അതിന്റെ ഒരു സമയം വന്നത്. എന്തായാലും ഇപ്പൊ റിലീസ് ചെയ്തിട്ട് എന്താ അഭിപ്രായം? റിലീസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഫസ്റ്റത്തെ ഒരു ആൽബം സോങ് ആണ്. എഴുതിയതും മ്യൂസിക് ചെയ്തതും പാടിയതും ഞാനാണ്. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇതിന്റെ സമയത്തില്, ഇതിന്റെ വരികൾ എഴുതുമ്പോഴും മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ. കാരണം ആളുകൾ എത്രത്തോളം ഇത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരാൾ പോലും നെഗറ്റീവ് ഇതിന് പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇതിന് കിട്ടിയ ഭയങ്കര സന്തോഷം. കാരണം ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി, അടിപൊളിയായി എന്നുള്ളൊരു. അതിനാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ കൂടെയും നമ്മള് റിലേറ്റീവ്സിന്റെ ഗ്രൂപ്പിൽ വിടുമ്പോഴൊക്കെ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു യാത്ര പോകുകയാണെങ്കിൽ തന്നെ ഈ സോങ് ആണ് ഇപ്പം കൂടുതലായിട്ട് കേട്ടുന്നത്. നമ്മള് റീൽസുകളിലും ഇതൊക്കെ കൂടുതലായിട്ട് ഈ സോങ് തന്നെയാണ് നമ്മളെ ആൾക്കാർക്കൊക്കെ അത്രയും ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷൻ ഇങ്ങനെ ഇന്റീരിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കെ തന്നെ ഈ ഒരു കലാപരമായ ഇപ്പൊ നമുക്കറിയാം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പാടുന്നതേ നമുക്ക് അറിയുള്ളൂ. സ്റ്റേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇതില്ലാതെ മടിയില്ലാതെ കയറി പാടുന്നതേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ എഴുതുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോ ഈ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നസീഫിന് പറയേണ്ട? കാരണം കുടുംബത്തിൽ ആരെങ്കിലും പാടുന്നതോ അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും? പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കണത് ശ്രമിച്ചാൽ എല്ലാവർക്കും കൊണ്ട് കഴിയും. കാരണം ഞാനിപ്പോ അത്ര വലിയ സിംഗർ ഒന്നല്ല. നമുക്കൊരു ആഗ്രഹമാണ് ഇതിങ്ങനെ ചെയ്യണം. അപ്പോ പാടി അങ്ങനെ ചെയ്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാല് നമ്മുടെ ഉമ്മയൊക്കെ പണ്ടത്തെ പാട്ടുകാരത്തിയാണൊക്കെ പറയാം. കാരണം അന്നത്തെ കല്യാണ വേദികളൊക്കെ പാടാൻ പോലെന്ന് ഞാൻ അവരുടെ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ ഉമ്മാന്റെ അനിയത്തി പാടും. അപ്പോ ഈ ഒരു പാട്ടോട് കൂടി നിർത്തി അതിന് പാട്ടുകൾ എഴുതാനും പാടാനൊക്കെ ഉള്ളൊരു ഇത് തയ്യാറെടുപ്പിലാണ്? എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ?
ഈ പാട്ട് ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് എല്ലാവരും വന്നു. കുറെ നമുക്ക് അറിയാത്ത ആളുകളൊക്കെ ഫോൺ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. കാരണം നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്രത്തോളം, കാരണം ഞാൻ എന്താ എനിക്ക് സൈക്ലിംഗ് ഉണ്ട്, കുറെ പരിപാടികളുണ്ട്, വ്ളോഗിങ് അങ്ങനെയൊക്കെ നമ്മളെ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ തന്നെ നസീഫിനെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാകുക സൈക്കിളിൽ വ്ളോഗ് ചെയ്യണത്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സോങ് ബേസ് ചിലപ്പോ യൂട്യൂബ്, ഇപ്പൊ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ചിലപ്പോ യൂട്യൂബിൽ കയറിക്കൊള്ളണമെന്നോ യൂട്യൂബത്തെ പ്രോഗ്രാം കാണണമെന്നൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഒരു പാട്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കണ്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തില് ഈ ഇതേപോലെ കുറെ പാട്ടുകൾ മുമ്പ് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ പാട്ടുകളൊക്കെ ഇപ്പോ എന്താണ്, അതൊക്കെ അന്ന് അങ്ങനെ എഴുതി ഒഴിവാക്കിയോ, അതൊക്കെ ഇനി ഒരു ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ആൽബമായിട്ട് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ടോ? ആ സോങ് ഒരിക്കലും ഇനി ഇറങ്ങാൻ സാധ്യതയല്ല. കാരണം അത് നമ്മളന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുക, അത് ഒരു ഏകദേശം 2 ആഴ്ചയോളം നമ്മൾ തന്നെ നമ്മളെ സമാധാനത്തിൽ ഇങ്ങനെ വെറുതെ പാടുക, കയ്യിൽ വെക്കുക, അത് ഒഴിവാക്കുക. അന്ന് അങ്ങനത്തെ സിസ്റ്റം. അപ്പോ ഇനിയിപ്പോ ഞാന് പുതിയൊരു സോങ് എഴുതിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുത്തിന് നമുക്കൊരു പരിമിതി ഉണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇപ്പൊ കഴിഞ്ഞോടത്തോളം അങ്ങനെ എഴുതുക, പിന്നെ ഇനിയിപ്പോ ആരെങ്കിലും എഴുതുന്ന സോങ് നമുക്ക് മ്യൂസിക് ചെയ്യാന്നുള്ളൊരു. അപ്പൊ പാട്ട് എഴുതാൻ മാത്രം കഴിയും, വേറെ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് നസീബിനെ അല്ലെ ഒരു പാട്ടൊക്കെ എഴുതി തന്നാല് ബാക്കി കാര്യങ്ങൾ മ്യൂസിക് ചെയ്യലും ആൽബാക്കലും ഒക്കെ ചിലപ്പോൾ നസീബൊക്കെ ചെയ്യും. ഒന്നും കൂടി ഒരു താല്പര്യം ഇങ്ങനെ മ്യൂസിക് ചെയ്യാനും പാടാനുമാണ്. നമുക്ക് നമ്മളെ ലിമിറ്റേഷൻ, അതിന് കുറച്ച് ഭാഷയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇതേപോലെ ഇപ്പോ നമ്മള് നാട്ടുപുറത്ത് ഇതേപോലെ നസീഫ് ഇപ്പോ 10 വർഷമൊക്കെ 10ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞോക്കോലോ, ഇത്ര വർഷം ലാഗായി വന്നു. അപ്പൊ ഇതേപോലെ നമ്മളെ നാട്ടിലോ നമ്മളെ പരിചയത്തിലൊക്കെ ചിലപ്പോ കുറെ ആൾക്കാരുണ്ടാവും, അവർക്ക് കഴിവുണ്ടാവും, പക്ഷെ അവർ ആ കഴിവാണ്ട് പുറത്തേക്ക് കൊണ്ടുവരാതെ അതിന്റെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ നാളെ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരോട് എന്താ നസീബിന് പറയാനുള്ളത്? അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളതേ, നമ്മളിങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ 10 വർഷം മുന്നേ ഞാൻ ഈ സാധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ലെവലായി മാറിയെന്നുള്ള എല്ലാവർക്കും. കാരണം അന്ന് ഇത്രത്തോളം ടെക്നോളജി ആളുകളൊന്നും ഇത്രത്തോളം, ഇപ്പൊ എല്ലായിടത്തും പാട്ടുകാരാണ്. അത് മാത്രല്ല ഒരുപാട് പാട്ട് നസീബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? പിന്നെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടാവും. കാരണം അപ്പൊ എന്താ വെച്ചാലേ, ചെയ്യാൻ തോന്നുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അത് ചെയ്യാൻ നോക്കുക. എന്ത് കഴിവല്ല, ഇപ്പൊ പാട്ട് നല്ല എന്തൊക്കെ സംഭവങ്ങളായാലും അത് അന്ന് തന്നെ ചെയ്യാൻ നോക്കുക, ട്രൈ ചെയ്യാ. ഞാൻ അന്ന് ചിലപ്പോൾ ട്രൈ ചെയ്തില്ല, നമ്മള് ഇതിന്റെ ഇത് എവിടേക്ക് പോകണം എന്നുള്ള നമ്മൾ അന്വേഷിച്ചില്ല, അറിയില്ല സംഭവങ്ങൾ എങ്ങനെ ഇതൊരു വരികൾ അങ്ങനെ ഒരു പാട്ടാക്കി മാറ്റാന്നുള്ള നമുക്ക് അറിയില്ല. അപ്പൊ പാട്ടിന്റെ കാര്യങ്ങള് അങ്ങനെയൊക്കെ. പിന്നെ ഈ സൈക്കിളിലൊക്കെ ഒരുപാട് വ്ളോഗും കാര്യങ്ങളും അതാണല്ലോ നസീബ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാ പറയാലോ? ഇപ്പൊ എന്തൊരു ടാഗ് ലൈൻ ഒക്കെ വെച്ച് കണ്ടൊക്കെ ഒരു യാത്രയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സൈക്കിൾ വ്ളോഗിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്. അതെ, സൈക്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ, ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത് എനിക്കൊന്ന് 2019 ആ കാലഘട്ടത്തിലാവും, കൊറോണ തുടങ്ങുന്നതിന് മുമ്പ്. കൊറോണ കുറച്ച് മുന്നേ. അപ്പോ അത് തുടങ്ങാനുള്ള കാരണം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നില്ല, അങ്ങനത്തെ പ്ലാനിൽ തുടങ്ങിയൊന്നല്ല. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, സൈക്കിള് യാത്ര പറഞ്ഞല്ലോ. അപ്പൊ സൈക്കിൾ എടുത്തപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി ഒരു ദിവസം വെറുതെ ഒരു വീഡിയോ എടുക്കാൻ. നാട്ടിൽ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ അങ്ങനെ ഒരു വീഡിയോ ഫസ്റ്റ് ഇട്ടു. അത് ഇതേപോലെ തന്നെ എല്ലാവരും ഭയങ്കര, അന്നൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എല്ലാവരും അപ്പൊ ഉഷാറായ വീഡിയോ ഇനിയും ചെയ്യണം വ്ളോഗ് എന്നൊക്കെ പറഞ്ഞപ്പോ പതുക്കെ സൈക്കിളിന്റെ ഓരോ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൈക്കിൾ ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. കേരളം മൊത്തം കറങ്ങി. കേരളത്തിൽ 2-3 ജില്ലകളെ പോവാത്തുള്ളൂ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട പോവാത്തുള്ളൂ തോന്നുന്നു. ബാക്കി എല്ലാ ജില്ലയിലും സൈക്കിളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഈ സൈക്ലിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഭയങ്കര സ്നേഹിക്കാൻ ആളുകൾക്ക്. നമ്മള് സൈക്കിൾ ഇങ്ങനെ പോകുമ്പോ, എന്റെ വ്ളോഗിലുണ്ട് ഒരുപാട് ആളുകള് ജാതി മത ഭേദമന്യേ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് താമസിച്ചിട്ടും ഭക്ഷണം തന്നിട്ടും. പക്ഷെ നസീബൊക്കെ തുടങ്ങുന്ന സമയത്ത് സൈക്കിളിലൊന്നും കുറെ ആൾക്കാരൊന്നും അങ്ങനെ യാത്ര ചെയ്യുന്നില്ല തോന്നുന്നു അല്ലേ? അങ്ങനത്തെ സൈക്കിളൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി വരുന്ന സമയമാണ്. പിന്നെ നമ്മള് നടക്കാതെ പോയ ലക്ഷ്യം ഒരു കാശ്മീര് ഓൾ ഇന്ത്യ സൈക്കിളിൽ പോകണമെന്നുണ്ടായിരുന്നു. അത് ചില സാഹചര്യങ്ങളെ നടക്കും, അത് നടക്കാനില്ല, ശ്രമിക്കണം അല്ലെ? അയക്കിപ്പോ കൊറേ മാസങ്ങള് വേണ്ടി വരും, 3-4 മാസത്തിന് ടീം വേണ്ടി വരും ചിലപ്പോ. ഒറ്റക്കൊക്കെ ഇപ്പൊ കാശ്മീര് പോകണ്ട ആൾക്കാര്, ഒറ്റക്ക് പോവാ, പ്രശ്നമൊന്നുമില്ല. അപ്പോ നമ്മള് ഈ സോങ് റിലീസായി. അപ്പോ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലാഗ് ആക്കാൻ തന്നെ ചിലപ്പം കാരണം, ഒന്ന് നസീബ് പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ അറിയൂല എങ്ങനെയാണ് ഒരു വരി പാട്ടാക്കുക എന്നുള്ളതൊക്കെ. പിന്നെ വേറൊരു ഘടകം എനിക്ക് തോന്നുന്നത്, ഇതിപ്പോ ഒരു വരി എഴുതണ പോലെയല്ല, ഇത് റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഒരു ആൽബം പോലെ ആക്കി വരുമ്പോത്തിന്
ഒരുപാട് ചിലപ്പോ പൈസ ചെലവ് എങ്ങനെയാണ് ഇതിന് വരുന്നത്, ഈ പൈസയൊക്കെ എങ്ങനെയാണ് നസീബ് കണ്ടെത്തി, അത് ആരെങ്കിലും സ്പോൺസേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, എന്താണ് അതിന്? ഇത് ശരിക്ക് എല്ലാത്തിനും എന്ത് സംഭവം ഇറക്കുമ്പോ അതിന് ഫണ്ടാണ് മെയിൻ പ്രശ്നം. ഇതിന് അത്യാവശ്യം ചെലവ് വന്നിട്ടുണ്ട്. അപ്പോ എന്താ, ഞാൻ നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഞാൻ ഈ സംഭവം ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരു ഫ്രണ്ട് ഒരു 10,000 രൂപന്റെ റേഞ്ചിൽ ഓൻ തന്നു, സ്പോൺസർ ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു. എന്താ പേഴ്സണൽ ആയിട്ട് അല്ല, ഓനൊരു ഒരു കമ്പനി നടത്താണ്. അത് മുംബൈയിലാണ് കമ്പനി, മാർക്കറ്റിംഗ് സോഷ്യോബിറ്റ്സ് പറഞ്ഞിട്ട് എന്താ ശ്രീദേവിന്റെ അല്ലേ? നമ്മളെ കൂടെ പഠിച്ച ശ്രീദേവ്, സോഷ്യോബിറ്റ്സ് എന്നാണ് കമ്പനിന്റെ പേര്. അത് മാർക്കറ്റിംഗും എന്തൊക്കെ കമ്പനിയാണ്. പിന്നെ നമ്മളൊരു 4-5 ഫ്രണ്ട്സ് 1000-2000 ഒക്കെ വെച്ചിട്ട് പല രീതിക്കുള്ളതല്ലേ. പേര് പറയുകയാണെങ്കിൽ ഒന്ന് അനസ്, പിന്നെ ഷാഹിദ്, ഷിബിലി, പിന്നെ അങ്ങനെ കുറച്ച് ആളുകള് ആരും വിട്ടുപോയിട്ടില്ലല്ലോ. ഭയങ്കര പ്രശ്നമാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അല്ലെ ഒപ്പം പഠിച്ച ടീമാണ്. അപ്പൊ എല്ലാരും കൂടിയാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാം. അപ്പൊ ഈ ഒരു നമ്മളൊരു സ്വപ്നം പൂവണിഞ്ഞു തന്നെ പറയാം. ഫസ്റ്റ് ഒരു പാട്ട് സ്വന്തമായിട്ട് എഴുതി അത് ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നൊരു, അത് നമുക്ക് സ്വപ്നം സെറ്റായി. അപ്പൊ ഇതോടുകൂടി ഇനി നിർത്തിയോ അതോ ഇനി എന്താണ് ഈ ഒരു പാട്ട് ആൽബം ആ മേഖലയിൽ വേറെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ട് ഇനി? വേറെ പ്ലാൻ എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ഒരു സോങ് ചെയ്തപ്പോ ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് വന്നു. നമ്മള് ഞാൻ പറഞ്ഞ പോലെ നമ്മളറിയാത്ത ആളുകൾ വരെ വിളിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, നമ്പറൊക്കെ ഇൻസ്റ്റീന്നൊക്കെ എടുത്തിട്ട്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒന്നും കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അപ്പൊ അടുത്തൊരു സോങ് ഇങ്ങനെ എഴുതല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ സ്പോൺസേഴ്സ് ഒക്കെ വന്നാല് അതെ. ഇപ്പൊ ഞാൻ ഈ വർക്ക് ഇപ്പൊ ഫസ്റ്റ് ചെയ്തത് മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ടാ ചെയ്തത്. ഞാൻ തന്നെ അത്യാവശ്യം എക്സ്പെൻസ് വരും. അപ്പൊ ഓരോന്നിനും അതിന്റെ നമ്മള് അത്യാവശ്യം പൈസ ഒക്കെ ഇറക്കുകയാണെങ്കിൽ നല്ലൊരു വർക്കാക്കി. എനിക്കിപ്പോ ആ വീഡിയോയിൽ എനിക്കിപ്പോ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും തോന്നിയത്, ഇപ്പൊ ഈ പൈസ ഇങ്ങനെ ഒതുക്കി നമ്മുടെ അടുത്തുള്ള ബഡ്ജറ്റിൽ ചെയ്യണോണ്ട് ഈ കാര്യം ഇപ്പോ കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്തില്ലേ, വീഡിയോ ഒന്നും കൂടി ഒന്ന് വിഷ്വലൊക്കെ ഒന്നും കൂടി സെറ്റ് ആക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയി. ഇപ്പം മോശം നല്ല പറഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ ഫണ്ട് കൂടുതൽ വേണ്ടി വരും എന്നുള്ളതാണ്. കുറെ ആളുകൾ പറഞ്ഞ സംഭവമാണ് വിഷ്വലിന്റെ കാര്യം. അത് പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞത് ഇതാണ്. എന്റെ മൈൻഡിലുള്ളത് കലാലയം, കുറച്ച് സ്റ്റുഡൻസ്, ഒരു കോളേജ് ക്ലാസ് റൂം, അതിന്റെ മൈൻഡിൽ ഈ സോങ് എഴുതുന്ന സമയത്തുള്ളതാണ്. പക്ഷെ അന്ന് നമുക്ക് ഇത് ബഡ്ജറ്റ് എത്രത്തോളം അറിയില്ല. നല്ല രീതിയിൽ കൊറിയോഗ്രാഫ് ഒക്കെ ചെയ്യാൻ കഴിയണം അല്ലേ. അപ്പൊ അതിന് ആർട്ടിസ്റ്റുകൾ വേണം, പിന്നെ അതിന് ക്യാമറമാന് ഒന്നുകൂടി ടൈം എടുത്ത് ചെയ്യണം. അപ്പൊ ആ ഒരു സംഭവം കട്ട് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ എത്തിയാണ്. ഫണ്ടിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ എത്തിയത്. ആൽബം ആ ഒരു രീതിക്കായത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നല്ല ഇങ്ങനെ സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പാട്ടുകളൊക്കെ നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ കഴിയും നമുക്ക് അല്ലേ. അപ്പൊ ഇനി ഇപ്പൊ നമ്മളിങ്ങനെ കുറെ പാട്ടിനെ പറ്റി പറഞ്ഞു. ആ പാട്ട് ഇതുവരെ കേൾക്കാത്ത ആൾക്കാർ ഇനി എന്തായാലും നസീഫിന്റെ ചാനലിൽ കയറിയാണ്ട് ആ പാട്ട് കേട്ടോളൂ. എന്തായാലും ആദ്യത്തെ ഒരു നല്ല നസീഫിന് ഇഷ്ടപ്പെട്ട ഒരു 3-4 വരികള് ഇഷ്ടപ്പെട്ടത് നസീഫ് നാസ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലില് നസീഫ് നാസ് സെർച്ച് ചെയ്താൽ മതി, അതിലുണ്ടാവും സോങ്. അപ്പൊ ഒരു കലാലയം ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോ ഇത് ഞാൻ പറഞ്ഞല്ലോ 1 വർഷം മുന്നേ എഴുതി വെച്ചൊരു സാധനമാണ്. പിന്നെ അതിൽ കുറച്ച് 2-3 വരിയൊക്കെ ഇപ്പൊ അടുത്ത് എഴുതിയതാണ്. അതിൽ ഇഷ്ടപ്പെട്ട വരി എന്ന് പറഞ്ഞാല് അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ സ്റ്റാർട്ടിങ് കലാലയ മുറ്റത്ത് അന്നു പെയ്ത മഴയത്ത് പകമരച്ചോട്ടിൽ നാമിരുന്നു, ആ മഴക്കാലവും ആ മരച്ചോടും, ആ മഴക്കാലവും ആ മരച്ചോടും ഓർമ്മകൾ തന്നകന്നു, നീ എന്നിൽ സ്വപ്നങ്ങൾ തന്നകന്നു. സൂപ്പറായി, അത്ര മതി. കാരണം ഇത് കേട്ടിട്ട് ബാക്കി ആളുകൾ ചാനലിൽ പോയിട്ട് കാണട്ടെ. കലാലയമുറ്റത്ത് സെർച്ച് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. അതേപോലെ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഈ കലാലയമുറ്റത്തിലെ അടിച്ചാൽ തന്നെ. പിന്നെ ഈ സോങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ഞാൻ ചെയ്തത് ലിറിക്സ്, വരികൾ എഴുതിയതും മ്യൂസിക് ചെയ്തതും ഞാൻ,
പാടിയത് ഞാനും പിന്നെ കോഴിക്കോടിലെ ഒരു ജ്യോതിക എന്ന് പറയുന്ന സിംഗറാണ്. പിന്നെ ഇതിന്റെ ഓർക്കസ്ട്ര മെയിൻ ആണല്ലോ, അത് കൊയിലാണ്ടിലെ ലിജിത്ത് എന്ന് പറഞ്ഞൊരു ഏട്ടനാണ് ചെയ്തത്. പിന്നെ ഈ പാട്ടിന്റെ ഇതിന്റെ ഒക്കെ ഇതിൽ ഓർക്കാൻ ഇപ്പൊ സ്പോൺസേഴ്സും ഇതൊക്കെ തന്നെ അല്ലേ? സ്പോൺസേഴ്സ് കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് ഇറങ്ങിയത്. അപ്പൊ അതൊക്കെയാണ് ഈ സോങ്ങിന്റെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ വർക്ക്, ഇന്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? വർക്ക് ഉഷാറായി പോകുന്നുണ്ട്. എന്റെ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയുണ്ടാവും, ഞാന് എന്റെ ചാനൽ പറഞ്ഞാല് സകലകലയാണ്, എല്ലാ സംഭവം ഉണ്ടാവും. ഇപ്പൊ മെയിൻ ആയിട്ട് എന്റെ വർക്കിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അതിൽ ചെയ്യാറുണ്ട്, ഇൻസ്റ്റയിലും യൂട്യൂബിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഫോളോ ചെയ്ത ആളുകൾ ഉണ്ടാവും, ഫോളോവേഴ്സ്. സൈക്കിളിന്റെ വ്ലോഗ് കണ്ടിട്ട് ഫോളോ ചെയ്ത ആളുകൾ ഉണ്ടാവും, പാട്ട് കണ്ടിട്ട് ഫോളോ ചെയ്ത ആളുകൾ ഉണ്ടാവും, മിക്സഡ് ആയി കാരണം. അപ്പൊ എല്ലാം ഞാൻ ഒന്നും തന്നെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാം പാടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂല, ടീമൊക്കെ വെക്കണം. അപ്പൊ എന്താ നമുക്ക് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, നമ്മൾ ചെയ്ത സാധനം ആകുമ്പോൾ. അപ്പൊ വർക്കിന്റെതും വ്ളോഗിന്റെ എല്ലാം ഒരു ചാനലിനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോ ലക്ഷദ്വീപിലൊക്കെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതൊക്കെ ഇങ്ങനെ ചാനലൊക്കെ കണ്ട് അല്ലേ? അതെ അതെ അതെ, അത് നമുക്ക് ഈ യൂട്യൂബ് കൊണ്ട് കിട്ടിയ കുറെ ബെനിഫിറ്റ് ഉണ്ടാവും. കുറെ ആളുകൾക്ക് എന്താ കുറെ ബന്ധങ്ങളെ കിട്ടി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് യൂട്യൂബ് വഴി വന്നിട്ടുണ്ട്. അതൊന്ന് ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടുണ്ട്, പിന്നെ മംഗലാപുരം, പിന്നെ കേരളത്തിൽ കൊണ്ട് ഏകദേശം എല്ലാ ജില്ലയിലും നമ്മുടെ സബ്സ്ക്രൈബറെ വീട്ടില് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കണവരാണ് അധികം ആളുകളും. അപ്പൊ ലക്ഷദ്വീപിൽ ചെയ്തു, സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ നമുക്ക് സന്തോഷമാണ്, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പോലും തന്നെ നമ്മള് ചെയ്യണമെന്ന് ഒരിക്കലും ഇഷ്ടമാണ്. അപ്പോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നസീഫിനൊക്കെ പരിചയമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ എന്തായാലും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇങ്ങനെയുള്ളൊരു കലാകാരൻ, നമ്മുടെ അടിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കലാകാരൻ, നമുക്കിനി ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കലാകാരനൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ഈ പാട്ട് യൂട്യൂബിലൊന്നും കാണാത്ത ആളുകളുണ്ടെങ്കിൽ നസീഫ് നാസ് എന്ന ചാനലിൽ ഒന്ന് കയറിയിട്ട് ഈ പാട്ട്, അതോടൊപ്പം തന്നെ വേറെയും കുറേ വ്ളോഗുകളും വീഡിയോസൊക്കെ ചാനലിലുണ്ട്, വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഈ പാട്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അത് വിജയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് നിർത്താം. ശരി, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ആയിക്കോട്ടെ, ശരി.